പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ. മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? നശിച്ചു പോണേ, എന്റെ മോൻ നശിച്ചു പോണേ. ഈ ജന്മൻ രക്ഷപ്പെടല്ലേ. അസംബ്ലി പിരിച്ചുവിട്ടു. വാപ്പ ഒരു വാപ്പയാണ് വാപ്പ. എന്റെ ഈ തടി അത് അവിടുത്തെ പഴങ്കഞ്ചിയും കാന്താരി മുളകും. എന്റെ ഈ ബുദ്ധി അത് അവിടുന്ന് പറഞ്ഞു തന്ന അറിവ്. എന്റെ ഈ സൗന്ദര്യം അത് അവിടുത്തെ വേറെ ആരാണ്ടിനാണ്. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി ചെണ്ടി നായിന്റെ മക്കളെ. അയ്യേ, ഇങ്ങനെ ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. മലയാളം ഇതാരെ കൊണ്ടാവുന്നു വായിപ്പിക്കുക. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? അവനെ കൊണ്ടുവരും. മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ. അത് കുത്തിവെക്കും. നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തുപ്പി തന്നെ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാവിടാ. അഭിമാനമാണല്ലേ പ്രശ്നം? ഞാൻ വിചാരിച്ച നിങ്ങളെ ഒറ്റയടിക്ക് കൊന്നു തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കൊലപാതകം ഈസിയാ. കൊന്നു കഴിഞ്ഞ് ആരാണ് കൊന്നതെന്ന് ശവ എഴുന്നേറ്റ് പറയില്ലല്ലോ. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. കൊലപാതകം തന്നെ ആവാം അല്ലേ? വെരി ഗുഡ്. പ്രാർത്ഥന ഏറ്റു തുടങ്ങി. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. എന്റെ അമ്മയാണത്രേ അമ്മ.